കായുണ്ടോ? സൂപ്പർ സൂപ്പർ. ഓക്കെ. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കഴിക്കുന്നത്. ഉപ്പ് കൂടാതെ നോക്കണേ. ഓക്കെ സെറ്റ്. ഐ ജസ്റ്റ് ലവ് കരുവാട് കറി. ഇനി ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് വീട്ടിലേക്ക് വരാൻ, അല്ലെങ്കിൽ എനിക്ക് എക്സൈറ്റ്മെന്റ് ആണ്. നൗ ഐ ആം ഗോയിങ് ടു ബി ലൈക്ക് ടു എക്സൈറ്റഡ്. കരുവാട് കറിയെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഐ തിങ്ക് എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെയാന്ന് തോന്നുന്നു. എൻ്റെ വീട്ടിൽ ആക്കുന്ന കരുവാട് കറി തേങ്ങ ഒക്കെ അരച്ച് ചേർത്ത ഓറഞ്ച് കളർ കറിയാണ്. I know that so many people can't even take the smell of കരുവാട് or ഉണക്കമീൻ. But എൻ്റെ വീട്ടിൽ I don't know about Ishani. Maybe she likes, but I'm not sure. But ബാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. 3, 4, 5. എവിടെ കരുവാടിട്ടില്ലേ കിടക്കുന്ന? നിങ്ങൾക്കൊക്കെ ഞാനൊരു കോമഡി കാണിച്ചു തരാം. അച്ചാറ്, മാങ്ങ അച്ചാറ് തീരുന്നതിന് മുൻപ് ഒരാള് താൽക്കാലികമായിട്ട് വന്നു തിരിച്ച്. പക്ഷെ നമ്മളെ അത്ര ഇഷ്ടമായതുകൊണ്ട് പോയിട്ട് കുറച്ച് ദിവസം കൂടി എന്നാ പിന്നെ ഞാൻ നിക്കാം. ഇനി എന്നാ പോകുന്നേ? പിന്നീട് ഇടുള്ളൂ. ഇതിലൊന്നും ഉപ്പ് ഇട്ടിട്ടില്ല. ഉപ്പ് ഇറങ്ങും അല്ലേ? ഓ ഗുഡ് ക്വസ്റ്റ്യൻ മകളെ. അപ്പൊ ഞാൻ പെട്ടെന്ന് പോയി വെയിൽ കഴുകിയിട്ട് വരുന്നതായിരിക്കും. അത് കുളിക്കണോ? ആക്ച്വലി ഇന്ന് ഞാൻ ഇനി പുറത്ത് പോകുന്നില്ല. സോ ഐ തിങ്ക് ഐ കൻ ജസ്റ്റ് ടേക്ക് എ ഹെയർ വാഷ് ആൻഡ് ബി ഡൺ വിത്ത് ദാറ്റ്. ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ക്യാബേജ്, തോരൻ, പിന്നെ കരുവാട് കറി, മീൻ കറി, മീൻ ഫ്രൈ, അയല, പിന്നെ ഇത് കൊഞ്ച്. ഓക്കെ. That's my plate. ഫിഷ് പിക്കിൾ. ഇത് വേറെയാണ്. അന്നത്തേത് തീർന്നല്ലോ, ഞാൻ തന്നെയാണ് തീർത്തത്. അന്നത്തെ ഫിഷ് പിക്കിളിൻ്റെ അത്രയും ഒരു വൈബില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. തൈര്, ആൻഡ് ദർ ഇസ് അപ്പളം നമ്മുടെ വീട്ടിൽ യൂഷ്വലി നമുക്കൊക്കെ ഇഷ്ടമാണെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമാണെങ്കിലും യൂഷ്വലി പൊതുവെ ആക്കാറില്ല. ഇന്നിപ്പോൾ ഓസി വന്നുകൊണ്ട് ഓസി പറഞ്ഞതുകൊണ്ട് ആക്കിയത്. എക്സൈറ്റിങ്. ഞാനാണെങ്കിൽ വിശന്ന് ചാവാറായിരിക്കുകയാണ്. എനിക്ക് ഒട്ടും എനർജി ഇല്ല. ഇന്ന് ജിമ്മിൽ ഞാൻ മരിച്ചാണ് വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനർജി ഇല്ല. സോ ഐ ആം ജസ്റ്റ് ലൈക്ക് വെയിറ്റിംഗ് ടു ഈറ്റ് സം ഫുഡ്. ലെറ്റ്സ് ഡു ദിസ്. ഉപ്പൊക്കെ കറക്റ്റാണ്. അയല കരുവാടിൽ ഒരുപാട് മുള്ളുണ്ടല്ലേ, ജസ്റ്റ് കയറി. അന്നും ഐ തിങ്ക് ശീമച്ചക്കയുടെ കറി ഉണ്ടായിരുന്നു. പഴയ കറിയായിരുന്നു.
കരുവാട് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും കരുവാട് കറിയിലെ കരുവാടിനേക്കാൾ എനിക്കിഷ്ടം ഈ കായാണ്. കായ എന്താണ് ആക്ച്വലി? കാ ഏത്തക്കയല്ല, അല്ലാത്ത പച്ച. എനിക്കിപ്പോഴും ഈ കാ എന്ന് പറയുന്ന കാ എന്ന് പറയുന്ന വെജിറ്റബിൾ എന്താണെന്ന് എനിക്ക് അറിയില്ല. എന്നെ ഒരു കടയിലോട്ട് വിട്ടാൽ റോ ബനാന. ഓക്കെ മനസ്സിലായി. റോ ബനാന, ഓക്കെ, അതാണ് കാ. അതാണ് കാ, ഓക്കെ. കാരണം ഐ ഫീൽ ഈ കാ ആ വെജിറ്റബിൾ നമ്മൾ കരുവാട് കറിയിൽ ഇടുമ്പോൾ അതാ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പിടിക്കും. ആ ഒരു ഗ്രേവി അതിലോട്ട് അങ്ങ് നല്ലപോലെ അങ്ങ് കയറിയിട്ട് then that just has a taste of its own, which is so yummy. ഇപ്പോഴാണ് എനിക്ക് കരുവാടിൻ്റെ പീസ് കറക്റ്റായിട്ട് കിട്ടിയ. ഞാൻ വലിയ കാര്യത്തിൽ മുരിങ്ങയിലയുടെ കറി ഇൻസ്റ്റഗ്രാം റെസിപ്പിയാണ്, ഞാൻ എപ്പോഴെങ്കിലും കാണിച്ചു തരാം എന്നൊക്കെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞപ്പം ആൾ ഇത്രയും ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. കമൻസ് വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഐ തിങ്ക് മലബാർ സൈഡിൽ മുരിങ്ങ താളിപ്പം ആ പേരിലെ ഒരു ഫേമസ് ഐറ്റം ആണല്ലേ. ലിറ്ററലി ദ കമൻറ്റ് ബോക്സ് നൗ ബിലോങ്സ് ടു ദിസ് കറി. അപ്പോഴാണ് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു ഇത് അവിടുത്തെ ഒരു ഫേമസ് കറിയാണ്. അപ്പോൾ ഐ ബിലീവ് സുലുവാൻറ്റിക്കൊക്കെ ചിലപ്പോൾ ഈ കറിയെ പറ്റി അറിയായിരിക്കും അല്ലേ? അമ്മ സുലുവാൻറ്റിനെ വിളിച്ച് റെസിപ്പി ചോദിച്ചിട്ടുണ്ടോ? ആ, ഇതപ്പോൾ അവിടുത്തെ. എന്നിട്ട് കുറേ കമൻറ്റിൽ ഈ ഇല വെച്ചും പല പല ഏതൊക്കെയോ ഇല, എനിക്ക് ആ ഇലകളുടെ പേര് മനസ്സിലായി. ഇന്ന് നമ്മുടെ ഇവിടെ ആ ഇല തന്നെയാണ്. അപ്പോൾ ഇത്രയും ഒരു ഫേമസ് ആളാണെന്ന് അറിഞ്ഞില്ല, സോറി. ഈ കറി എനിക്ക് അന്നത്തെ ഒരു എനർജി വീഡിയോയുടെ ബിഗിനിങ്ങിൽ ഇല്ലാത്തത് എനിക്ക് ജെനുവിൻലി വളരെ ടയേർഡാണ്. അപ്പം ഞാൻ ഫുഡ് കഴിച്ച് വരുമ്പോൾ കാറിൽ മറ്റേ പെട്രോൾ അടിക്കുമ്പം കയറി വരില്ല എനർജി ലെവൽ. അതുപോലെ എനർജി ലെവലല്ല, ദ ഫ്യൂവൽ. അതുപോലെ എൻ്റെ ഉള്ളിലെ ഫ്യൂവൽ ഇങ്ങനെ കൂടി വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ എനർജി ലെവൽ കൂടും. pretty tired. എനിക്കൊരു കുഷൻ എടുത്ത് തരും ബാക്കി വയ്ക്കാൻ. ബട്ട് കരുവാട് കറി ഈസ് ജസ്റ്റ് so comforting. Actually, appalam is a great combination with anything, but with this curry I think it's great. Appalam I like it better than pappadam. എനിക്ക് പപ്പടത്തിനേക്കാൾ അപ്പളം ഇഷ്ടമാണ്, പക്ഷെ പൊതുവേ നമുക്ക് ഒരു ക്രേസ് ഇല്ല. ബട്ട് അപ്പളം ഇസ് റിയലി യമ്മി. ഐ ലൈക്ക് പപ്പടം ഓൾസോ. എനിക്ക് ഡെയിലി അത് ലഞ്ചിനുള്ള ഇഷ്ടം. ഐ തിങ്ക് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ഓയിൽ എവറി ഡേ. ഓയിലി ആണ്, പക്ഷെ ഞാൻ കൊച്ചായിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് കരുവാടെന്ന് പറയുന്നത് അയല, ചാള, കൊഞ്ച്, കണവ പോലൊരു മീനാണെന്നാണ്. ഐ തോട്ട് ഉപ്പിൻ്റെ ടേസ്റ്റുള്ള ഒരു മീൻ, ആ മീൻ വെച്ചുണ്ടാക്കുന്ന കറിയാണ് കരുവാട് കറി. ആ മീനിൻ്റെ ഫ്രൈ ആണ് കരുവാട് ഫ്രൈ. കാരണം നമ്മുടെ ഇവിടെ ഉണക്കമീൻ എന്നല്ല, ആക്ച്വലി നമ്മൾ കൂടുതലും കരുവാട് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ കൊച്ചിലത്തെ ഒരു റേഞ്ച് വെച്ച് ഇനി ഉണക്കമീൻ എന്ന് പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് അത് ക്ലിക്ക് ആവണം എന്നുണ്ടായിരുന്നില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ വി സ്റ്റിൽ സേ കരുവാട്, വി ഡോണ്ട് റിയലി സേ ഉണക്കമീൻ. ഉപ്പ് കരുവാട്, ഉറവച്ച ചോറ്. ആ ശരി, അതുകൊണ്ടായിരിക്കും നമ്മൾ കരുവാട് എന്ന് പറഞ്ഞല്ലേ. അതിനോ. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഇതൊരു സെപ്പറേറ്റ് മീനാണ്, ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടായിരിക്കുന്നത് കാണാൻ. പിന്നെ ഏതോ ഒരു പോയിന്റിൽ കുറച്ചാളെന്ന് പറഞ്ഞാൽ കുറച്ചധികം നാൾ മുമ്പാണ് എനിക്ക് മനസ്സിലായത് മോസ്റ്റ് ഫിഷസിൻ്റെ ഒരു ഡ്രൈഡ് വേർഷൻ, സോൾട്ടഡ് ഡ്രൈഡ് വേർഷനാണ് ദിസ് ഉണക്കമീൻ. അതാണ് ദർ ഇസ് അയലക്കരുവാട്, ചൂരക്കരുവാട്, വാളക്കരുവാട്, ചെമ്മീൻ, ഉണക്കമീൻ, അങ്ങനെ ഇങ്ങനെ. അതെനിക്കൊരു ലേറ്റ് റിയലൈസേഷൻ ആയിരുന്നു. ആക്ച്വലി എനിക്കിപ്പം കരുവാട് ഈ ഇടയിൽ കഴിക്കാൻ വന്നൊരു കൊതി, ഞാൻ ഇൻസ്റ്റയിലൊരു വീഡിയോ കണ്ടു. പാലക്കാടുള്ള ഏതോ ഒരു
ഫുഡ് വീഡിയോസ്. ഞാൻ ഇൻസ്റ്റയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഫുഡ് വീഡിയോസാണ്. അപ്പോൾ പാലക്കാടുള്ള ഒരാളുടെ വീഡിയോയിൽ അവർ കരുവാട് കറി ഉണ്ടാക്കുന്നത്, എന്തോ വറ്റിച്ചതോ അങ്ങനെ എന്തോ ആണ് അവരതിന് പറയുന്നത്, ഞാൻ പേര് മറന്നുപോയി. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞത് പാലക്കാട് അവിടെ കടലില്ലാത്ത കാരണം കരുവാട് ഇസ് വെരി പോപ്പുലർ ദർ. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ആ ഒരു ആംഗിളിൽ ചിന്തിച്ചത്. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നൊരു കറിയാണ് സംതിങ് വറ്റിച്ചത്. ദാറ്റ് ലുക്ക്ഡ് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മുടെ വീട്ടിലെ കരുവാട് കറി. അന്നത് കണ്ടപ്പോഴേ എനിക്കൊരു കൊതിയായി. ആക്ച്വലി ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദാറ്റ് ഒരുപാട് പേർക്ക് കരുവാടിൻ്റെ മണം താങ്ങാൻ പറ്റില്ല. ആക്ച്വലി അശ്വിനൊക്കെ കരുവാടിൻ്റെ മണം, ഇന്നിപ്പോൾ അശ്വിൻ ഇപ്പോൾ വീട്ടിലില്ല. ഇഷാനിക്ക് പറ്റില്ലേ? ഇഷാനി ഒരു ബ്രാഹ്മണാണെന്ന് തോന്നുന്നു കേട്ടോ. അശ്വിനൊക്കെ കരുവാടിൻ്റെ മണം വരുമ്പോഴേ ബോധം കിട്ടു വീഴും. എനിക്കും അമ്മയ്ക്കൊക്കെ we love it. ഓസിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ കറിയുടെ സ്മെൽ. ഹൻസിന് ഭയങ്കര ഇഷ്ടം രസവും കരുവാട് ഫ്രൈ. സോ ഈ മുള്ള് ഇപ്പം എൻ്റെ തൊണ്ടയിൽ കുടുങ്ങിയേനെ. യു സീ ഇറ്റ്? ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് റിയലൈസ് ചെയ്ത് അങ്ങ് കയറി അങ്ങ് പോയി. ഒരു മുള്ള ഇവിടെ എവിടെയോ വന്ന് നിന്നു. ഞാനിപ്പോൾ അതിൽ ചോറ് കഴിച്ചങ്ങ് ചോറ് മുഴുവൻ അമ്മൂൻ്റെ തൊണ്ടയിൽ മുള്ള വന്നിട്ട് എന്നെ ഹോസ്പിറ്റലിലൊക്കെ പണ്ട് കൊണ്ടുപോയിട്ടുണ്ട് മുള്ളു കുടുങ്ങിയിട്ട്. അപ്പം നമ്മുടെ ഇവിടെ പണ്ട് തൊട്ടേ കരുവാടാക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിലൊരു നോർമൽ ഫുഡാണിത്. അപ്പം ഇതിൻ്റെ സ്മെല്ല് പൊട്ടയാണ്, ഇതിൻ്റെ സ്മെല്ല് ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല. ഇതൊന്നും എനിക്ക് റിലേറ്റബിൾ ആയിട്ടുള്ളൊരു തോട്ട് ആയിരുന്നില്ല. ബട്ട് നൗ ഐ ഗെറ്റ് ഇറ്റ്. ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ആക്കുന്ന ഒരു വെജിറ്റബിൾ അല്ല. ബട്ട് ഐ തിങ്ക് കൂടുതലാക്കണം. എന്താ ബീട്രൂട്ടും ക്യാരറ്റുമോ? ആൻഡ് അതിന് നല്ലൊരു മധുരമുണ്ട്. ഇഷാനിക്ക് ഇഷ്ടമല്ലല്ലോ മധുരം. ആകെ മൊത്തം ഇഷാനിക്ക് ഇഷ്ടമല്ലാത്ത ലഞ്ചായിരുന്നു. കരുവാട് കറിയും മധുരമുള്ള തോരനും. ഐ തിങ്ക് എനിക്ക് ആക്ച്വലി അറിയില്ല എനിക്ക് ഏത് കരുവാടാണ് കൂടുതൽ ഇഷ്ടം എന്ന്. ദിസ് ഇസ് പ്രിറ്റി നൈസ്, കാരണം ഇതിൽ ഫ്ലഷ് ഉണ്ട്. ചില കരുവാട് ഭയങ്കര ഉടഞ്ഞു പോവും കറിയിലോട്ട് ഇടുമ്പോഴേക്കും. അതെനിക്ക് കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നാറുണ്ട്. അങ്ങ് ഉടഞ്ഞില്ലാതായി പോവും. ഇത് കുറച്ചുകൂടി ആക്ച്വലി വാലൊക്കെ വാലായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സോ ദിസ് ഇസ് ഗുഡ്. ജസ്റ്റ് ദാറ്റ് ഇതിൽ മുള്ള് ശ്രദ്ധിക്കണം. ഇല്ല കരുവാട് കറി. ഹൻസുവിന് കരുവാട് ഫ്രൈ ഇഷ്ടമാണ്, കറി ഇഷ്ടമല്ല. സോറി. ദാറ്റ്സ് വാട്ട്. ആക്ച്വലി മുന്നത്തെ വീഡിയോയുടെ ഓമി ഉറങ്ങുമായിരുന്നു. ഇപ്പോൾ ഉറപ്പ് വേണ്ടിയിട്ട് ഓമിയെ കരുവാട് കഴിക്കുന്ന ഒരു കുട്ടിയാകണം. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് വായിച്ചപ്പം ഐ വാസ് സോ ഫാസിനേറ്റഡ്. വാട്ട് യു വോണ്ട് ഗേൾ? മുള്ളല്ല. I was so fascinated to see the number of people who had commented about. ഓക്കെ, ഞാൻ ചോദിച്ചായിരുന്നല്ലോ ഫുഡ് മിക്സ് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർ പറയണേന്ന്. അതൊരുപാട് പേര് പറഞ്ഞു. ബട്ട് ഓക്കെ, അതൊരു ഐ വാസ് സോ ഫാസിനേറ്റഡ് ബൈ ഇറ്റ് എന്ന് പറയുന്നില്ല, കാരണം അതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു ഫുഡ് മിക്സ് ചെയ്തിട്ട് ആ മിക്സ് ചെയ്ത ചോറ് തീരാറാകുമ്പോൾ ഒരു സ്ട്രെസ്സ് വരും എന്നുള്ളത്. അത് അത്രയും പേർക്ക് അതേ സാധനം തോന്നാറുണ്ടെന്ന് കേട്ടോ. ഐ വാസ് ലൈക്ക് വാവ്, ലൈക്ക് ഹ്യൂമൻ ബീങ്സ് എന്ത് സിമിലർ അല്ലേ. ലൈക്ക് ദൈവം ഒരു കുറച്ച് കാറ്റഗറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനൊരു കാറ്റഗറി, അങ്ങനെ ഒരു കാറ്റഗറി, ഇങ്ങനെ ഈ കുറേ സ്വഭാവ ഗുണങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ. ചിലർക്കുണ്ട്, ചിലർക്കില്ല. ബട്ട്
ഹ്യൂമൻ ബീങ്സ് ആർ ജസ്റ്റ് സോ സിമിലർ. നമ്മളെപ്പോലെ ചിന്തിക്കുന്ന നമ്മുടെ അതേ ലൈക്സ് ഡിസ്ലൈക്സ് ഉള്ള എത്ര ഹ്യൂമൻ ബീങ്സ് ഉണ്ട്, വിച്ച് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു നോ. ആക്ച്വലി അതൊക്കെ കൊണ്ടാണല്ലോ ഒരാളുണ്ടാക്കുന്ന സിനിമ ഇത്രയും പേർക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അതിൽ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറേ ഇമോഷൻസ് ആയിരിക്കും കാണിക്കുന്നത്, പക്ഷെ അത് എത്രയോ പേർക്ക് അത് കണക്റ്റ് ആവുന്നു. Hello, Omi, it's lunch time. You want karivada? It's very good. Your dad don't like. ഓമി വിചാരിക്കും ഇതാണ് എൻ്റെ ശബ്ദം. Very nice, Muriyaka. Poda. Mulle. You want mulle? കറുമുറ ഐറ്റംസ് ഫുഡിൻ്റെ കൂടെ നല്ലതാണ്. അപ്പൂപ്പനെത്തി ഇന്ന് ഒരുപാട് പേരുണ്ട്. ഞാൻ അന്ന് വീഡിയോ എടുത്ത ദിവസം ആരുമില്ലായിരുന്നു, ഞാനും വിഷാനി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാലേ മനസ്സിലാവും, ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ദേർസ് എ ലോഡ് ഓഫ് സൗണ്ട്. ഓ, എനിക്കിഷ്ടമില്ലാത്തൊരു സാധനം പറയാമേ, തല. ഐ എം നോട്ട് റിയലി എ ഫാൻ ഓഫ് ഫിഷ് ഹെഡ്. സോ മീൻ തല, നോട്ട് എ ഹ്യൂജ് ഫാൻ എന്നല്ല, ഇപ്പം ഞാൻ ഒട്ടും ഫാനല്ല. കൊച്ചിലേ നമ്മൾ അടിയാവുമായിരുന്നു. മീനിൻ്റെ തല, മീനിൻ്റെ കണ്ണൊക്കെ നമ്മൾ, എനിക്കിപ്പോൾ അത് ആലോചിക്കുമ്പോഴേ എന്തോ പോലെ തോന്നും. നമ്മൾ ഫിഷ് കറിയിൽ നിന്നൊക്കെ തേടി തപ്പിയൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നു മീനിൻ്റെ കണ്ണ്. മൈ ഗോഡ്, അതൊക്കെ ആലോചിച്ചിട്ട് എനിക്കത് പറ്റുന്നില്ല, ഇപ്പം ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. ഞാനൊരു മീൻ തല എനിക്ക് പറ്റില്ല ഇപ്പം. കരുവാട് കറിയുണ്ട്, പക്ഷെ കരുവാട് കറിയിൽ നല്ല മുള്ളുണ്ട്, നമ്മൾ സൂക്ഷിക്കണം. കരുവാട് കറി ഉള്ളപ്പോൾ എൻ്റെ ടോക്സിക് ട്രീറ്റ് ആണ്. ഈ കാ മാത്രം കോരിയെടുക്കും, എന്നിട്ട് അത് ഇരുന്ന് കഴിക്കും. പെർഫെക്റ്റ്. അനദർ റിലേറ്റബിൾ തിങ്, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു പ്ലേറ്റ് നക്കുന്നത് ഇറ്റ് ഫീൽസ് ലൈക്ക് ഹെവൻ, അങ്ങനെയൊക്കെ. ദാറ്റ്സ് ട്രൂ. അങ്ങനെ നമ്മൾ ഫൈനൽ ടോക്സിക് ട്രീറ്റിലേക്ക് കടക്കുന്നു. പെട്ടെന്ന് ഒരു കാക്ക വീട്ടിൻ്റെ അകത്തോട്ട് പറഞ്ഞാൽ തോന്നുന്നു, പുറത്തായിരുന്നു. ഇത് കൊള്ളാം, പക്ഷെ മറ്റേ ഫിഷ് പിക്കിൾ വാസ് ജസ്റ്റ് അനദർ ലീഗ്. ദിസ് ഈസ് ഗുഡ് ടു. Done. Perfect. It's a clean plate. അയ്യോ, കപ്പലണ്ടി മുട്ടായി തീർന്നു എന്നാ തോന്നണേ. എക്സ്ക്വിസിറ്റ്. ബെഡിൽ പോയി കിടന്ന് കഴിക്കാനും വേണ്ടിയിട്ടുള്ള അത്രയും കപ്പലണ്ടി മുട്ടായി ഇല്ല.
അൺഫോർച്ചുനേറ്റ്ലി ഈ പാക്കറ്റ് ഫുൾ കഴിച്ചു ഞാൻ. യപ്പ്. കപ്പലണ്ടി മുട്ടായി തീർന്നു പോയ വിഷമത്തിലിരുന്നപ്പോഴാണ് ഫ്രിഡ്ജ് നല്ല അടിപൊളി ഗുണ്ടുമണി സ്ട്രോബെറി ഉണ്ടെന്ന് ഓർത്തത്. Oh my God. ട്രാൻത്ത് ഭയങ്കര റെയറായിട്ടാ ഇത്രയും അന്തസ്സുള്ള സ്ട്രോബെറി കിട്ടുന്നത്. ഞാൻ കഴിച്ചിട്ടുള്ള ബെസ്റ്റ് സ്ട്രോബെറി ആക്ച്വലി പണ്ട് ഞാൻ ദുബായിൽ നിന്നൊക്കെ ഒരെണ്ണം കഴിച്ചപ്പോൾ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ അപ്പം ഞാൻ ഓർത്തു ഓക്കെ അവിടെ മാത്രമേ എത്രയും നല്ല കിട്ടൂ. ലണ്ടനിൽ നമ്മൾ പോയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് സീസൺ അല്ലാത്ത കാരണം ലുക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ടേസ്റ്റ് ഇല്ലായിരുന്നു. യൂറോപ്പിൽ പോയപ്പോൾ ഉള്ളത് നല്ലതായിരുന്നു. പക്ഷെ ഇതിനെയൊക്കെ കടത്തി വെട്ടിച്ച് എന്നെ ഞെട്ടിച്ച സ്ട്രോബെറി മൂന്നാറിലെ സ്ട്രോബെറി ആയിരുന്നു. എൻ്റെ പൊന്നോ, സൈസിന് സൈസ്, കളറിന് കളറ്, മധുരത്തിന് മധുരം. ആൻഡ് ഇറ്റ്സ് ക്രഞ്ചി. ലൈക്ക് യു നോ ദിസ് ഇസ് എ ഗുഡ് സ്ട്രോബെറി. ഇറ്റ്സ് എ ഗുഡ് സ്ട്രോബെറി വെൻ ഐ ലൈക്ക് ഇറ്റ് ദിസ് വേ. ഇറ്റ്സ് ഒരു ക്രഞ്ചിനെസ് ഉണ്ട്. അതായത് ഭയങ്കര ഗുളുഗുളു ആയിരിക്കില്ല, കുറച്ച് ഫേം ആയിരിക്കും. ദിസ് ഇസ് റിയലി ഗുഡ്. ലുലുവിൽ ഈയിടെ ആയിട്ട് ഒരു നല്ല സെറ്റ് സ്ട്രോബെറി വന്നിട്ടുണ്ട്. അതിൻ്റെ പകുതി കൂടുതൽ നമ്മൾ തന്നെയാണ് മേടിച്ചത്. ഇത് ഭംഗിയല്ലേ, മധുരം ഉണ്ടാവണേ. സോ സ്വീറ്റ്. So sweet. മറ്റേനേക്കാളും വലുത്. ഛെ, മധുരം. അടിപൊളി. ഓക്കെ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ലഞ്ച് ഒരുമിച്ച് കഴിക്കാം അല്ലേ? ഇടയിട്ടനെയല്ല, നിർത്തിയിട്ട് സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ പുതിയ കാരണം നിർത്താൻ പറ്റുന്നില്ല. അപ്പം എല്ലാം പറഞ്ഞോളെ, I hope you enjoyed having lunch with me. So again, if you like this video, you know what to do. Be mindful about your food. Because ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ജീവിതത്തിൽ പുതിയൊരു പേർപ്പസ് കിട്ടിയ പോലെ തോന്നാം. That was that. ഞാനിന്ന് ഉറങ്ങില്ല, കാരണം കഴിഞ്ഞ ആഴ്ച ഉച്ചയ്ക്ക് ഒരു സമയം അങ്ങ് ഉറക്കം ഇല്ലാതെ പറ്റാതായപ്പോൾ I was becoming very lazy, so I should try not to sleep. Alright then, bye.